നിങ്ങൾക്ക് 24 പ്രാവശ്യം ചോദ്യം ചോദിക്കുക. എനിക്ക് മറുപടി പറയേണ്ട സമയം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അതെനിക്ക് തരണം. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവ് ചെയ്ത് എനിക്ക് തരണം. രാഹുൽ ഗാന്ധിയാണ് റെയ്ഡിന് ആളെ വിട്ടത്. നമസ്കാരമുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസത്തെ ഒരു 48 മണിക്കൂറിൻ്റെ നീണ്ട മൗനത്തിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പത്രപ്രവർത്തകരെ കണ്ടപ്പോൾ നടത്തിയ ആ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായിരുന്നു സാറേ ഈ നീണ്ട മൗനത്തിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന മറുപടിയാണ്, എപ്പോഴാണ് മറുപടി പറയേണ്ടത് എന്നുള്ള ആ അവകാശം എനിക്ക് തരണം, ഇപ്പോൾ മറുപടി പറയണമെന്ന് താൻ തീരുമാനിച്ചോളാം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രത്യേക മുഖഭാവത്തോടു കൂടി വിത്ത് ഒരു ഡയലോഗുണ്ട്. അതിങ്ങനെയാണ്, പ്ലീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പ്ലീസ്, ആ അവകാശമെങ്കിലും എനിക്ക് തരണം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതേ കാര്യം ഇങ്ങനെയുള്ള പത്രപ്രവർത്തകരോട് പറയണമെങ്കിൽ നമ്മളെന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം കണ്ടോ എന്ന് ഈ പത്രപ്രവർത്തകരും മാധ്യമങ്ങളൊക്കെ വിധിയെഴുതും. എന്നാൽ ഈ സതീശൻ സാറിൻ്റെ കാര്യത്തിൽ അങ്ങനെ തോന്നില്ല. അവിടെയാണ് ഈ വിനയം, പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവരെ കയ്യിലെടുക്കുന്ന ഭാഗത്തോടു കൂടി നീണ്ട 48 മണിക്കൂറിലെ മൗനം അപ്രസക്തമായി പോവുകയാണ്. മാധ്യമപ്രവർത്തകരൊക്കെ അത് മറന്നു കഴിഞ്ഞു. അതാണ് സത്യം. കഴിഞ്ഞ 48 മണിക്കൂറുകൾ ഈ മാധ്യമപ്രവർത്തകരെ അവഗണിച്ചതൊക്കെ ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഏത് നിഷ്പ്രഭമായി പോയി എന്നുള്ളതാണ് പ്രത്യേകത. അതാണ് താനും ഈ നമ്മുടെ സതീശൻ സാറിൻ്റെ മിടുക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയാതിരിക്കാൻ തരമില്ല കേട്ടോ. ഇതാണ് ഈ കരുത്തനായ പിണറായി വിജയൻ്റെ നീണ്ട 10 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിക്കാനും ഉണ്ടായ കാരണം. എന്ത് കാര്യങ്ങളും അതെന്തോ ആകട്ടെ, എത്ര വലിയ നുണയും അത് സത്യമാണ് എന്ന് തോന്നുന്ന വിധത്തിൽ മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും കേരള സമൂഹത്തെയും ധരിപ്പിക്കുന്നതിൽ അദ്ദേഹം അതിമിടുക്കനാണ്. ഇതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമ്മൾ പഠനവിധേയമാക്കേണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കഴിവ്. പിന്നെ നമ്മൾ കണ്ട വീഡിയോൻ്റെ ഭാഗത്ത് പിന്നെ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധിയാണോ ED പറഞ്ഞു വിട്ടത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. സത്യമല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവില്ലേ? രാഹുൽ ഗാന്ധിയാണോ ഈ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ഈ ED പറഞ്ഞു വിട്ടത് എന്നുള്ള സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോടൊപ്പം തന്നെ നമുക്കും ചോദിക്കാൻ തോന്നും. പക്ഷെ ഒരു സത്യമുണ്ട്, നമ്മൾ മറന്നുപോകും. ഇതേ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പലവട്ടം പലകുറി എന്തു പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ED കയറുന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിലേക്ക് എന്തുകൊണ്ട് അന്വേഷണത്തിന് വരുന്നില്ല എന്നല്ല രാഹുൽ ഗാന്ധി ചോദിച്ചത് എന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് കയറുന്നില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് ആർക്ക് ബോധ്യം ഉണ്ടായിരുന്നിരിക്കണം? രാഹുൽ ഗാന്ധിക്ക് ബോധ്യമുണ്ടായിരുന്നിരിക്കണം. പക്ഷെ അവർ അവിടെ ഡൽഹിയിൽ ബായി ആയിരുന്നു എന്നുള്ള കാര്യവും മറക്കരുത്. അന്ന് രാഹുൽ ഗാന്ധിയെ ED അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്ന് അതിനെ എതിർത്ത പാർട്ടികളിൽ ഒരു പാർട്ടിയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി. അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന HUയുടെ പ്രസംഗമൊക്കെ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ നോക്കിയാൽ ധാരാളം കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. രാഹുൽ ഗാന്ധി നേരെ തിരിച്ചാണ് തൻ്റെ കൂടെ നിൽക്കുന്നവരെ തന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ചോദിക്കുന്നതാണ് ഒരു സംശയത്തിന് ഇടവരിക. കാരണം ഈ കോൺഗ്രസ്സുകാർ തന്നെ, പ്രത്യേകിച്ചും ഇവിടെ നമുക്കറിയാലോ, കുഴൽനാടനൊക്കെ ആയിരുന്നല്ലോ ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിരുന്നത്, ഈ ഒരു കേസിന് CMRL കേസിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയിച്ചു പോകും കമ്മ്യൂണിസ്റ്റുകാർ, ഇതിൻ്റെ പുറകിൽ കോൺഗ്രസ്സുകാർ ഇല്ലേ എന്ന്. അതുകൊണ്ടാണ് സംശയിച്ചത്. പക്ഷെ അതും സരസമായി നമ്മുടെ സതീശൻ മറുപടി പറയുന്നത് കേട്ടതോടുകൂടി കേരളത്തിന് എന്തെങ്കിലും അങ്ങനെ ഒരു സംശയമുണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായി അതിനെ ഇന്നലെ സതീശൻ പൊളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ നമുക്ക് അത് വിശ്വസിക്കാനേ തോന്നുള്ളൂ. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ് ആണല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് എന്ത് റോളാണ്? ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ED കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാണ്, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇതാണ് സതീശൻ നേതാവിൻ്റെ ഗുണം. സതീശൻ എന്ന അതിസമർത്ഥനായ നല്ല കമ്മ്യൂണിക്കേറ്ററായ ഒരു നേതാവിൻ്റെ ഗുണമാണ് നിങ്ങൾ കണ്ടത്. ഇനി അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്കങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നല്ലേ തോന്നുള്ളൂ. അത്ര രസകരമായിട്ട് ഇതിൽ കൂടുതൽ അവതരിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനും
സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. പിണറായി വിജയനൊക്കെ ഇതിന് മുമ്പിൽ ഒന്നും പറയാൻ പറ്റില്ല, സുല്ല് പറഞ്ഞു പോകാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അത്ര രസകരമായി ആ ഒരു സംഭവത്തെ അവതരിപ്പിച്ചു കണ്ടാൽ നമുക്ക് ഒരു സംശയത്തിൻ്റെ ഒരു നേരിയ രേഖയെങ്കിലും നമുക്ക് ബാക്കിയുണ്ടാവുമോ? യഥാർത്ഥത്തിൽ ഇനി സതീശൻ സാറ് അവിടെ ഇതൊക്കെ പറഞ്ഞിരുന്നു എന്ന് തന്നെ നമ്മൾ വെച്ചാൽ പോലും ഇല്ല എന്നേ നമുക്ക് തോന്നും. ഇതാണ് സതീശൻ സാറിൻ്റെ കഴിവ് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മുടെ പ്രേക്ഷകരോട് ഇത്രയും ഭാഗം കാണിച്ചു തന്നത്. ഇത് പഠന വിധേയമാക്കേണ്ടതാണ്. ഒരു കാര്യത്തെ അതിസമർത്ഥമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ജനങ്ങളിലേക്ക് എന്നുള്ളത് വലിയ കഴിവാണ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അത്തരം നേതാക്കളുടെ അഭാവം മാർക്സിസ്റ്റ് പാർട്ടിയിലും ഇടതുപക്ഷത്തും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അവർ ഒരുപാട് നല്ല കാര്യങ്ങളും വികസനങ്ങളും ഒക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും. അതല്ലാതെ UDF കഴിഞ്ഞ 10 വർഷം ഇവിടെ എന്തെങ്കിലും മലമറച്ചിട്ടാണോ 102 സീറ്റിൽ ജയിപ്പിച്ചു വിട്ടത്? അവരെന്തെങ്കിലും ഇവിടെ സ്വർഗം കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ടാണോ ജനങ്ങൾ വോട്ട് ചെയ്തത്? അല്ലേ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. UDF ജയിച്ചു വന്നവർക്കും അറിയാം. ഇത് ഇവരുടെ പരാജയമായിരുന്നു എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് നോക്കൂ. ഒരു സംഭവത്തെ എങ്ങനെയാണ് ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുക എന്നുള്ളത് ഞാൻ മറ്റൊരു ഉദാഹരണം കൂടെ ഇതേ സതീശൻ സാറ് പയറ്റുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. ഒരു മാധ്യമ പ്രവർത്തക ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അതിനെങ്ങനെയാണ് ഉത്തരം പറയുന്നത് എന്നും കൂടെ കേട്ടു നോക്കണം. നമ്മുടെ ഈ തലച്ചോറിനെ അതിവിദഗ്ധമായിട്ട് സതീശൻ സാറ് ആ ഒരു ട്വിസ്റ്റ് നടത്തിയിട്ട് നമ്മളെ അതല്ലേ ചോദിച്ചത്, അതിനുള്ള ഉത്തരമല്ലേ ഇദ്ദേഹം പറഞ്ഞത് എന്ന് തോന്നുന്ന വിധത്തിൽ അതിഗംഭീരമായി പ്രസന്റ് ചെയ്യുന്ന ഈ ഭാഗം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട ഒരു അധ്യാപകനെ ആഴ്ചയിലുള്ള ഗവൺമെന്റ് സ്കൂളിലെ പ്രിൻസിപ്പൽ അദ്ദേഹം വിരമിക്കുന്നതിന് 2 ദിവസം മുമ്പ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ്. അപ്പൊ മുൻ മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ചില കാര്യങ്ങൾ വന്നിട്ടുള്ളപ്പോൾ സമാന നടപടികൾ ഉണ്ടായിരുന്നു. അപ്പോഴത്തെ ഒരു നയം തന്നെയാണോ ഇത് കണ്ടായിരുന്നോ? പോസ്റ്റ് കണ്ടായിരുന്നോ? നിങ്ങളിനി പറ, നടപടി എടുക്കണ്ടേ? KSRTCയിൽ ഒരു ജീവനക്കാരായിട്ടിരിക്കുന്ന പോസ്റ്റ്, എൻ്റെ മുഖം, പിന്നെ നഗ്നനായൊരു പുരുഷൻ്റെ ബോഡി, അത് വെച്ചിട്ട് KSRTCയിലൊരു ജീവനക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? എന്നോട് വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഗൗരവമല്ല, അല്ലെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. വല്ല വിമർശനമോ വല്ലതൊക്കെ ആണെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. ഇതാണ് പോസ്റ്റ് ചെയ്തത്. ഇത് അനുവദിച്ചാൽ നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളെ പറ്റി ഇടും ആളുകൾ ഇല്ലേ? എന്തും ചെയ്യാം. നിങ്ങൾ ചോദിക്കുക, കേരളത്തിലെ പൊതുജനം വിലയിരുത്തട്ടെ. മുഖ്യമന്ത്രിയുടെ മുഖം വച്ചിട്ട് അടിയിൽ വേറെ വളരെ നെയ്ക്കഡായിരിക്കുന്ന ഒരു പുരുഷൻ്റെ ശരീരഭാഗങ്ങൾ ചേർത്തിട്ടൊരു പടം ഇട്ടിരിക്കുക. ആ ആള് സർവീസിൽ 2 ദിവസം റിട്ടയർ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾക്കെതിരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നമ്മുടെ പ്രേക്ഷകർ ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ശരിക്കും കേട്ടോ എന്ന് എനിക്കറിയില്ല. ഒന്നും കൂടെ അത് ഞാൻ ഇട്ടു തരാം, നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. ചോദിച്ചത് ഇതാണ്: ഒരു കോളേജ് പ്രിൻസിപ്പൾ ഈ VD സതീശനെതിരെ എന്തോ ഒരു പോസ്റ്റ് ഇട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹം റിട്ടയർ ചെയ്യാൻ 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ആരോ ഇട്ടൊരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്നാണ് ഈ മാധ്യമപ്രവർത്തകർ പറയുന്നത്. അപ്പോൾ അതിൽ വിദ്വേഷം പൂണ്ട ഏതാണ്ട് 10 ദിവസമായിട്ടുള്ളൂ അധികാരമേറ്റിട്ട്. ഇപ്പോൾ ഓൾറെഡി 2 പേരെ സർക്കാർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. ഈ പിണറായിയുടെ കാലത്ത് ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇട്ടതിന് അദ്ദേഹം എത്ര പേരുടെ പണി കളഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ 10 ദിവസത്തിനകം 2 പേരുടെ പണി ഇദ്ദേഹം കളഞ്ഞു എന്നുള്ളതാണ് സത്യം. എന്തായാലും അങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്. ഈ 2 ദിവസം മാത്രമേ റിട്ടയർ ചെയ്യാൻ ബാക്കിയുള്ളൂ, അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു. എന്താണ് കാരണം? അങ്ങനെ ഒരു വിദ്വേഷമുണ്ടോ? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഇതുപോലെ അതിനിശ്ചിതമായ മോശം ഭാഷയിൽ വിമർശിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറച്ച് പേർക്കെതിരെ ആക്ഷനൊക്കെ എടുത്തതിനെ അതിനിശ്ചിതമായി വിമർശിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന സതീശൻ സാർ എന്നുള്ളത് ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. പക്ഷേ സതീശൻ സാർ ഇതിന് മറുപടി പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം പറയുന്ന ഒരു KSRTC കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്ത കാര്യമാണ്. ഇവിടെ ചോദിച്ചത് കോളേജ് പ്രിൻസിപ്പളിൻ്റെ കാര്യമാണെങ്കിലും അദ്ദേഹം നമ്മളറിയാതെ നമ്മുടെ ഈ ബുദ്ധിയെ അതിവിദഗ്ധമായി ട്വിസ്റ്റ് ചെയ്ത് എവിടേക്ക് പോകുന്നു? ഒരു KSRTC കണ്ടക്ടർ ഒരു പോസ്റ്റ് ഇട്ടതാണ്.
അതാണ് അദ്ദേഹം പറയുന്ന ഈ കഥ. ഏതോ ഒരു നഗ്നചിത്രത്തിൻ്റെ തല സതീശൻ സാറിൻ്റെ തലയാക്കി കാണിച്ച് പോസ്റ്റ് ഇട്ടുന്നതാണ്. മോശം ഒരു പരിപാടിയാണ്, നടപടി എടുക്കേണ്ടത് തന്നെയാണെന്നുള്ളത് നമുക്കൊന്നും സംശയമില്ല. പക്ഷേ വനിതാ പത്രപ്രവർത്തകർ ചോദിക്കുന്നതൊന്ന്, ഉത്തരം പറയുന്നത് മറ്റൊന്ന്. അതാണ് വളരെ നിസ്സാരമായ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. ഏത്? ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രിൻസിപ്പൾ ചെയ്ത തെറ്റ്. അതിന് സ്വാഭാവികമായിട്ടും അത്ര വലിയൊരു മഹാ അപരാധമൊന്നും അദ്ദേഹം ചെയ്തു എന്ന് പറയാനില്ല. സോഷ്യൽ മീഡിയ തിരഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ സകല മനുഷ്യരെയും, ട്രംപിനെയും, ലോകത്തിലെ സകല നേതാക്കളെയും, നരേന്ദ്രമോദിയെയും, രാഹുൽ ഗാന്ധിയെയും, എല്ലാ രാഷ്ട്രീയക്കാരെയും കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാം. അങ്ങനെ എല്ലാവരെയും ശിക്ഷിക്കുന്നാൽ നമ്മളെ ജയിലുകൾ മുഴുവൻ അവരെ കൊണ്ട് നിറയും. അതുകൊണ്ട് ഇവരാരും അതിന് വലിയ വില കൊടുക്കാറില്ല. അതെല്ലാം വിമർശന വിധേയരാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ വിമർശനത്തിന് വിധേയരാണ് എന്നുള്ള ഒരു ജനറൽ തത്വം വെച്ചുകൊണ്ട് തന്നെ അതിൽ ഉൾക്കൊള്ളാൻ പറ്റണത് ഉൾക്കൊള്ളും, തിരുത്താൻ പറ്റുന്നത് തിരുത്തും. അത്രയ്ക്ക് വളരെ മോശമായി വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും മോശമൊക്കെ പറഞ്ഞാൽ മാത്രം നടപടിയെടുക്കുന്ന ഒരു പതിവാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. 10 ദിവസമേ അധികാരത്തിലായിട്ടുള്ളൂ കേട്ടോ. അതിനകം തന്നെ 2 പേരുടെ കഥ കഴിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് ഈ KSRTC കണ്ടക്ടറുടെ കഥയായി പെട്ടെന്ന് മാറ്റുന്നത്. നമ്മൾ ശ്രദ്ധിക്കില്ല. ആ ഒരു ആവേശത്തിൽ നമ്മൾ ഇത്രയും മഹാപരാധം ചെയ്ത മനുഷ്യനെ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് വേണമെങ്കിൽ ഒരു നിഷ്പക്ഷ മതി പോലും ചിന്തിച്ചു പോകുന്ന അതിവിദഗ്ധമായി ഈ ട്വിസ്റ്റ് നടത്താൻ നല്ല പ്രാപ്തിയുള്ള ആളാണ് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ആ ചോദ്യം വനിതാ പത്രപ്രവർത്തകരുടെ ഒരിക്കൽ കൂടെ കേട്ടോളൂ. അതോടുകൂടെ നിങ്ങളുടെ സംശയമെല്ലാം തീരുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത്തരം തമാശകൾ ഒരുപാട് നമ്മൾ കാണേണ്ടി വരും. അത് കാത്തിരിക്കാൻ നമുക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. താങ്ക് യു. സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട ഒരു അധ്യാപകനായിട്ടുള്ള ആറ്റിങ്ങലുള്ള ഗവൺമെന്റ് സ്കൂളിലെ പ്രിൻസിപ്പൽ അദ്ദേഹം വിരമിക്കുന്നതിന് 2 ദിവസം മുമ്പ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട്